ഇന്ന് കാലാവസ്ഥ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാളവിക റെഡിയാണ്. എനിക്കിപ്പം മാളു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ കാലാവസ്ഥ സംബന്ധിച്ച് എനിക്കൊന്നും ഇത് ഇപ്പം മഴ നിൽക്കുന്നുണ്ട് കൊച്ചിയിൽ. ഇന്നലെ രാത്രിയും ഒക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടോ? എങ്ങനെയാണ് കാലാവസ്ഥ ഇന്നത്തെ? സേതുവിന് അങ്ങനെ മഴയൊക്കെ ഇഷ്ടമാണോ? എനിക്ക് മഴ ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, നനയാനും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ അപ്പോൾ സേതുവിന് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് അധികം മഴയില്ല. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇന്ന് ഫുള്ളൊരു പച്ചമയമാണ് നമ്മുടെ മാപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് നേരെ മാപ്പ് തന്നെ പരിശോധിക്കാം. ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നേരിയ മഴ പെയ്തേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തത്തിലൊരു പച്ചമയമാണ്. എല്ലായിടത്തും ഗ്രീൻ ആണ്. ഒരു യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ എങ്ങും ഇല്ല. അപ്പം മുന്നറിയിപ്പുകളൊന്നുമില്ല. പക്ഷേ നേരിയ മഴ പല ജില്ലകളിലും പെയ്യാൻ സാധ്യതയുണ്ട്. നിലവിലില്ല. സമയം മാറും തോറും ഉച്ചയ്ക്ക് ശേഷമൊക്കെ നേരിയ രീതിയിലുള്ള മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെയും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലുമൊക്കെ 2-3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്കൻ രാജസ്ഥാനും വടക്കൻ ഗുജറാത്തിനും മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് അത് കേരളത്തെ അധികം ബാധിക്കില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നല്ല മഴ പെയ്യാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ്. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മറ്റ് ജില്ലകളിലെ താപനില എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. താപനില നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ, ഈ 2 ജില്ലകളിലും 32 ഡിഗ്രി സെൽഷ്യസ്, ഈ രണ്ടിടത്തുമാണ് ഉയർന്ന താപനില പറയുന്നത്. അതുപോലെ തന്നെ കൊല്ലം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, ഈ 4 ജില്ലകളിലും 31 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഇന്ന് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലൊന്ന് ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ, ഒഡീഷ തീരം, പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരം, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്ക് കിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത് തീരം, കൊങ്കൺ, ഗോവ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതായത് കേരളത്തിൽ ഒരു ദിവസത്തേക്ക് കനത്ത മഴയ്ക്ക് സാധ്യതയില്ല. ഇന്നൊരു ആശ്വാസകരമായ അന്തരീക്ഷമാണ് ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനർത്ഥം മഴ പൂർണ്ണമായി മാറി എന്നല്ല. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ജാഗ്രതകളിലൊക്കെ പാലിച്ച് സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. അതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങൾ. സേതു.